കേരളത്തിലെ വിദേശ സംസ്ഥാന തൊഴിലാളികൾക്ക് സൗജന്യമായി നൽകുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ആവാസ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. ഈ സ്കീമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് കേരള സർക്കാർ 2017 ആരംഭിച്ച ഒരു സമഗ്ര ആരോഗ്യവും അപകട ഇൻഷുറൻസ് പദ്ധതിയാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ ഭാഗങ്ങളും, ഇതിന്റെ ചരിത്രം, ആനുകൂല്യങ്ങൾ, മാറ്റങ്ങൾ, രജിസ്ട്രേഷൻ, എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നതാണ്. സോ വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് ബോസ് വാല മലയാളം യൂട്യൂബ് ചാനൽ. മൈ നെയിം ഇസ് അക്ഷര. സർക്കാർ പദ്ധതികളുടെ നിയമങ്ങളും ആനുകൂല്യങ്ങളും സമയം തോറും മാറാൻ സാധ്യതയുണ്ട്. അതിനാൽ ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി അടുത്തുള്ള ലേബർ ഓഫീസുമായി ബന്ധപ്പെടുന്നത് നല്ലതാണ്. ആവാസ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നാൽ എന്താണ്? കേരള സർക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന തൊഴിലാളികൾക്ക് വേണ്ടി ഒരുക്കിയ ഒരു സൗജന്യ സുരക്ഷാ പദ്ധതിയാണ് ആവാസ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. ഇത് സാധാരണമായി ഗസ്റ്റ് തൊഴിലാളികൾ എന്ന് വിളിക്കപ്പെടുന്നവരുടെ ആരോഗ്യ സംരക്ഷണവും അപകടത്തിൽ സാമ്പത്തിക സഹായവും ഉറപ്പാക്കുന്നു. 2017 സർക്കാരിന്റെ ഉത്തരവും 2018 ലോക്സഭയുടെ മറുപടിയും പ്രകാരം ഈ പദ്ധതിയിൽ ആദ്യ വർഷങ്ങളിൽ 10,000 രൂപ വരെ ആശുപത്രി ചികിത്സാ ചെലവും 2 ലക്ഷം രൂപ വരെ അപകട മരണ സഹായവും 1 ലക്ഷം രൂപ വരെ സ്ഥിരമായ വൈകല്യമുള്ളവർക്ക് സഹായവും ഉണ്ടായിരുന്നു. ഈ പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് മൈഗ്രന്റ് വർക്കേഴ്സിന് ഇത്രയും നല്ലൊരു സംവിധാനം ഒരുക്കിയതിലൂടെ ശ്രദ്ധ നേടിയിരുന്നു. കൂടാതെ തൊഴിലാളികളുടെ ഒരു വിശ്വസനീയമായ ബയോമെട്രിക് ഡേറ്റ തയ്യാറാക്കുന്നതിനും ഇത് സഹായിച്ചു. ഇനി എന്തൊക്കെയാണ് 2025 ഈ പദ്ധതിയുടെ പുതിയ മാറ്റങ്ങൾ എന്ന് നോക്കാം. കേരള കോളിംഗ് മാഗസിന് 2025 നൽകിയ വിവരങ്ങൾ പ്രകാരം ആവാസ് പദ്ധതിയിൽ വാർഷിക മെഡിക്കൽ കവറേജ് 15,000 നിന്നും 25,000 മാറ്റിയിട്ടുണ്ട്. എന്നാൽ അപകട മരണത്തിനും സ്ഥിരമായ വൈകല്യത്തിനുമുള്ള സഹായത്തുക പഴയതുപോലെ തന്നെയാണ് തുടരുന്നത്. ചില പ്രസ്താവനകളിൽ മെറ്റർണിറ്റി ചികിത്സ നൽകിയേക്കാം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് ജില്ലകളും ആശുപത്രികളും ആശ്രയിച്ച് വ്യത്യസ്തപ്പെട്ടേക്കാം. ആ ഭാഗത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾ ഒരു ലേബർ ഓഫീസിൽ തന്നെ പോയി അന്വേഷിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഈ പദ്ധതി ആരാണ് നടത്തുന്നത്? ലേബർ ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രധാനമായും ഇത് നിയന്ത്രിക്കുന്നത്. അതോടൊപ്പം കേരള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ഈ ഒരു പദ്ധതിയെ കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളും നടത്തി വരുന്നു. ചികിത്സാ ഭാഗങ്ങൾ ആരോഗ്യ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. ഗുലാട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ നടത്തിയ പഠന പ്രകാരം കേരളത്തിൽ ഇപ്പോൾ 20 ലക്ഷത്തിലധികം മൈഗ്രന്റ് വർക്കേഴ്സ് ആണ് ഉള്ളത്. ഇവയിൽ 5 ലക്ഷം പേരും ഇപ്പോൾ തന്നെ ആവാസ് പദ്ധതിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആവാസ് പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപകടം മൂലം മരണമുണ്ടായാൽ 2 ലക്ഷം രൂപയും സ്ഥിരമായി വൈകല്യമുള്ള ഒരാൾക്ക് 1 ലക്ഷം രൂപയും വർഷത്തിൽ നൽകുന്നു. രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്ക് ഒരു ബയോമെട്രിക് ആവാസ് കാർഡ് ലഭിക്കും. ഇതിന്റെ കാലാവധി 1 വർഷമായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇത് പുതുക്കാനുള്ള അവസരം ഉണ്ടാവും. ഈ കാർഡ് ഉപയോഗിച്ച് കേരള സർക്കാർ ആശുപത്രിയിലും പാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രിയിലും ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കുന്നു. മൈഗ്രന്റ് തൊഴിലാളികൾ പല ഭാഷകൾ സംസാരിക്കുന്നതിനാൽ ഈ പദ്ധതിയുടെ വിവരങ്ങൾ ഹിന്ദി, തെലുഗു, ഒഡിയ, ബംഗാളി, ഇംഗ്ലീഷ്, മലയാളം എന്നിങ്ങനെയുള്ള ഭാഷകളിലൊക്കെ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ഇൻഷുറൻസിന് ഒരു പരിധിയുണ്ട്. കേരളത്തിനുള്ളിലുള്ള ആശുപത്രികളിൽ മാത്രമേ ഈ കാർഡ് വർക്ക് ആവുള്ളൂ. ആർക്കൊക്കെ ഈ പദ്ധതി ഉപയോഗിക്കാം? ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ ഒരു വ്യക്തി മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് ജോലി ചെയ്യാൻ എത്തിയിരിക്കണം. ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുടെ പ്രായം 18 മുതൽ 60 വയസ്സിനുള്ളിലായിരിക്കണം. രജിസ്ട്രേഷൻ സമയത്ത് ഫിംഗർ പ്രിന്റ്, ഐറിസ് സ്കാൻ, ഫോട്ടോഗ്രാഫ് എന്നിവ ഉൾപ്പെടുന്ന ബയോമെട്രിക് പരിശോധന നിർബന്ധമാണ്. കൂടാതെ ഒരു ID പ്രൂഫും ജോലി ചെയ്യുന്നതിന്റെ തെളിവും നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഔദ്യോഗിക മാർഗനിർദ്ദേശ പ്രകാരം ഒരിടത്തും കുറഞ്ഞ താമസക്കാലം വേണമെന്ന് എവിടെയും ആവശ്യപ്പെട്ടിട്ടില്ല. ഇനി ഇതിൽ ഉൾപ്പെടുന്ന വാർഷിക ആനുകൂല്യങ്ങളും ഒഴിവാക്കപ്പെടുന്ന സേവനങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ആവാസ് പദ്ധതി ആശുപത്രിവാസ ചികിത്സ, അപകട മരണ സഹായം, സ്ഥിരമായ വൈകല്യ സഹായം, അടിയന്തര ചികിത്സ, ചില സാഹചര്യങ്ങളിൽ മെറ്റർണിറ്റി സേവനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നു. എന്നാൽ OPD ചികിത്സ നേരിട്ട് സൂചിപ്പിച്ചിട്ടില്ലാത്തതിനാൽ അത് നോർമൽ ആയിട്ട് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് കണക്കാക്കുന്നില്ല. കോസ്മെറ്റിക് സർജറി, നോൺ മെഡിക്കൽ കൺസ്യൂമബിൾസ്, സ്വയം പരിക്ക് വരുത്തുന്ന പ്രവർത്തികൾ, ഡെന്റൽ അല്ലെങ്കിൽ ഐ ട്രീറ്റ്മെന്റ്സ്, കേരളത്തിന് പുറത്തുള്ള ആശുപത്രി സന്ദർശിക്കുക, ഓൾസോ പാനലിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ആശുപത്രികൾ എന്നിവയൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. തൊഴിലാളികൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ 155-300 എന്ന സിറ്റിസൺ കോൾ സെന്ററിലേക്കോ 1800-425-5514 എന്ന ലേബർ കോൾ സെന്ററിലേക്ക് വിളിച്ചാൽ സഹായം ലഭിക്കും. മൈഗ്രൻസിന് മാത്രമല്ല എല്ലാവർക്കും ഇൻഷുറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. 400 മുതൽ 500 രൂപ വരെ പ്രതിമാസം പ്രീമിയം സ്റ്റാർട്ട് ചെയ്യുന്ന 25% ഡിസ്കൗണ്ട് വരുന്ന
കോടികളുടെ കവറേജും 30 മിനിറ്റിലകം ക്ലെയിം സപ്പോർട്ടും വരുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ബസാറിലുണ്ട്. കൂടാതെ ഇവർക്ക് 51-ലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സും ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജേഴ്സും ഉള്ളതുകൊണ്ട് നിങ്ങളുടെ എല്ലാ സംശയവും അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാം. ഹെൽത്ത് ഇൻഷുറൻസ് മാത്രമല്ല, ടേം ഇൻഷുറൻസ് എടുത്താൽ നിങ്ങളുടെ കുടുംബത്തിനെയും നിങ്ങൾക്ക് സേഫ് ആക്കാം. ടേം ഇൻഷുറൻസ് അപ് ടു 15% വരെ ഡിസ്കൗണ്ടും കോടികളുടെ കവറേജും 400 രൂപ മുതൽ 500 രൂപ വരെ പ്രതിമാസം പ്രീമിയം സ്റ്റാർട്ട് ചെയ്യുന്നതുമാണ് പോളിസി ബസാറിലുള്ളത്. സോ പോളിസി ബസാറിന് ഇൻഷുറൻസ് എടുക്കാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആവാസ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. തൊഴിലാളികൾക്ക് തൊട്ടടുത്തുള്ള ലേബർ ഡിപ്പാർട്ട്മെന്റ് ഓഫീസിലോ ലേബർ ഫെസിലിറ്റേഷൻ സെന്ററിലോ സന്ദർശിച്ചാൽ മതി. അവിടെ എത്തിയാൽ ആവാസ് രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിക്കണം. ശേഷം നിങ്ങളുടെ ID തെളിവുകളും തൊഴിൽ തെളിവുകളും സമർപ്പിക്കുക. ബയോമെട്രിക് പരിശോധന കൂടെ പൂർത്തിയായതിനു ശേഷം തൊഴിലാളികൾക്ക് ആവാസ് കാർഡ് നൽകുന്നതാണ്. കൂടാതെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും തൊഴിൽ ക്യാമ്പുകളിലും വ്യാവസായിക മേഖലകളിലും പഞ്ചായത്തിലും ഒക്കെ ഇതിന്റെ രജിസ്ട്രേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ വോട്ടർ ID, ആധാർ ID പോലെയുള്ള സർക്കാർ ID കാർഡുകളിൽ ഏതെങ്കിലും ഒന്ന്, തൊഴിൽ ചെയ്യുന്നു എന്ന് തെളിയിക്കുന്ന ഒരു രേഖ, താമസ സ്ഥലത്തിന്റെയോ ജോലി ചെയ്യുന്ന സ്ഥലത്തിന്റെയോ ഒരു രേഖയും കൂടാതെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസും ആവശ്യമാണ്. ഇനി ഈ ഇൻഷുറൻസ് എങ്ങനെയാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾ പാനൽ ചെയ്ത ആശുപത്രിയിൽ എത്തിയതിനു ശേഷം നിങ്ങളുടെ ആവാസ് കാർഡ് കാണിച്ചാൽ മാത്രം മതി. അതിനുശേഷം ആശുപത്രി പ്രീ ഓഥറൈസേഷൻ അയക്കും. അതിൽ അംഗീകരിച്ചാൽ പിന്നെ നിങ്ങളുടെ ചികിത്സ ക്യാഷ്ലെസ് ആയിരിക്കും. റീഇംബേഴ്സ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ ബിൽസ്, ഡിസ്ചാർജ് സമ്മറി, ID പ്രൂഫ് എന്നിവ ലേബർ ഡിപ്പാർട്ട്മെന്റിലേക്ക് സമർപ്പിക്കണം. അപകട മരണമോ വൈകല്യമോ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ എംപ്ലോയറോ നോമിനിയോ ലേബർ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം. തുടർന്ന് ആവാസ് കാർഡ്, മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വൈകല്യ സർട്ടിഫിക്കറ്റ്, ആവശ്യമായാൽ FIR-ഉം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നോമിനിയുടെ ബാങ്ക് ഡീറ്റെയിൽസും കൂടെ സമർപ്പിക്കണം. പരിശോധനയ്ക്ക് ശേഷം സഹായത്തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കും. ആവാസ് ഹെൽത്ത് ഇൻഷുറൻസ് കേരളത്തിലെ മൈഗ്രന്റ് തൊഴിലാളികൾക്ക് വലിയൊരു സുരക്ഷയാണ്. ഇത് പൂർണ്ണമായും സൗജന്യമായതിനാൽ കേരളത്തിലേക്ക് ജോലിക്ക് വേണ്ടി എത്തുന്നവർക്ക് വലിയൊരു പിന്തുണയാണ്. എന്നാൽ നിയമങ്ങളും ആനുകൂല്യങ്ങളും സമയത്തിനനുസരിച്ച് മാറാൻ സാധ്യതയുള്ളതിനാൽ നേരിട്ട് നിങ്ങൾ ലേബർ ഓഫീസിൽ നിന്നും കാര്യങ്ങൾ കൂടുതൽ അറിയുന്നതായിരിക്കും ശരി. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ബോസ് വാല മലയാളം യൂട്യൂബ് ചാനൽ. Thank you for watching. Boss Wallah, be the boss.